ഈ 3 പേരുടെയും കൊണ്ടുപോയോ ഇവിടുന്ന്? 3 പേരുടെ ബോഡി വെളിയിൽ ഇറക്കി നിർത്തിയേക്കുവാണ്. അത് കഴിഞ്ഞ് നേരെ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മോർച്ചറി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മോർച്ചറി വെക്കാനാണ് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ ഒരു ഇടവകയിലല്ലേ ഇവർ? അതെ, രണ്ടുപേരും ഒരു ഇടവകയിൽ തന്നെ. മറ്റേ കുർബാനയൊന്നും ഇല്ല എല്ലാവരും? ഇന്ന് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇനിയിപ്പം അത് സംസ്കാരത്തിനെ പറ്റി എന്തെങ്കിലും തീരുമാനമായോ? എപ്പോഴാണ് സംസ്കാരം? ഒരു മോള് കുവൈറ്റിൽ നിന്ന് വരാനുണ്ട്. മോളും കുടുംബം പോയിട്ട് ഇപ്പം 2-3 ദിവസം ആയേ ഉള്ളൂ. മോൻ്റെ കല്യാണം 30-ാം തീയതി ആയിരുന്നു, നവംബർ 30-ന് കല്യാണം കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് പോയതേ ഉള്ളൂ. നിഖിലിൻ്റെ സഹോദരി അവർ വന്നതിന് ശേഷമേ ഉള്ളൂ. അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ഇന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ ക്രമീകരിച്ച് അവർ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ബാക്കി ഇനി ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതൊക്കെ പോസ്റ്റ്മോർട്ടത്തിനുള്ള കാര്യങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ക്രമീകരിച്ച് അവിടുന്ന് തട്ടയിലേക്ക് മോർച്ചറിയിലോട്ട് മാറ്റിയിട്ട് അത് കഴിഞ്ഞ് ഇടവകയും ബന്ധുമിത്രാദികളും ആലോചിച്ച് ഒരു ഡേറ്റ് നിശ്ചയിക്കും. ചേട്ടൻ? ഞാൻ ഏറ്റവും അടുത്ത അയൽവാസിയാണ്. ഈ നിഖിലിൻ്റെ വീടും എൻ്റെ വീടും ഒറ്റ അതിരാണ്. വിവാഹമൊക്കെ കഴിഞ്ഞൊരു പുതിയ ജീവിതത്തിലേക്ക് വിവാഹമായിരുന്നു. അത് ഈ മോടെ ബന്ധുക്കൾ മലേഷ്യയിലുണ്ട്. അപ്പോൾ അവരങ്ങനെ പോകാനും ആ നിലയിലൊക്കെ പോയിട്ട് മോൻ കാനഡയിലായിരുന്നു. കാനഡയിൽ നിന്ന് വന്നിട്ട് 30-ാം തീയതി കല്യാണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ കാനഡയിൽ തിരിച്ചു പോകാനിരിക്കുമായിരുന്നു മോന്. എങ്ങനെയാണ് ഇവരോടൊക്കെയുള്ള ബന്ധമൊക്കെ എങ്ങനെയാണ്? നല്ല എല്ലാവരുമായിട്ടും വളരെ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു കുടുംബമാണ്. എങ്ങനെയാണ് ചെറുപ്പം മുതൽ തന്നെ അറിയുന്നവരാണോ? ഇങ്ങനെ ചെറുപ്പം മുതൽ ഇപ്പോൾ ഇവർ കുമ്പഴയാണ് അമ്മാമ്മയുടെ വീട്. അച്ഛൻ്റെ വീട് വടശ്ശേരിക്കരയായിരുന്നു. ഇവിടെ വന്ന് താമസിക്കുവാണ്. അനേക വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് താമസിക്കുക. അയൽവാസികളുമായിട്ടും ഇടവകയും നാട്ടുകാരുമായിട്ടൊക്കെ വളരെ ഹൃദ്യമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു കുടുംബമാണ്. ഞങ്ങൾക്കൊക്കെ ഒരു ഇല്ല എന്നാന്ന് ഡേറ്റ് ഇപ്പം നിശ്ചയിച്ചിട്ടില്ല. അത് അച്ഛൻ ഇപ്പം സ്ഥലത്തില്ല. അച്ഛനോട് വന്നതിന് ശേഷം അത് ഒരു ക്രമീകരണം ഉണ്ടാക്കും. അല്ലല്ല, അച്ഛൻ സ്ഥലത്തുണ്ട്. അച്ഛന് ഇവിടെ പള്ളിയിൽ സ്ഥലത്ത് അവർ വന്നിട്ട് അവരുടെ സൗകര്യം അനുസരിച്ച് തീരുമാനം എടുക്കും. പിന്നെ സഹോദരി കുവൈറ്റിൽ നിന്ന് വരാനുണ്ട്. സഹോദരിയുടെ വന്നതിന് ശേഷം നിഖിൽ ഈ മാസം തിരിച്ചു പോകാനിരിക്കുമായിരുന്നു. അല്ല. അനു എന്താ ചെയ്യുന്നത്? അനു പഠിച്ചോ കഴിഞ്ഞിരിക്കുമായിരുന്നു. ബാക്കി കുട്ടികളെയൊക്കെ പറ്റി ഓർക്കുമ്പോൾ എന്താ മനസ്സിലോ? ഈ 2 കുട്ടികളെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിൽ നല്ല കുഞ്ഞുങ്ങളായിരുന്നു. എല്ലാവരുമായിട്ട് ഇടപെടാനും. മലേഷ്യ പോയിട്ട് ഒരാഴ്ചയായി. വന്നിട്ട് ബന്ധുക്കളുടെ വീട്ടുകളിലൊക്കെ പോകാനിരിക്കുമായിരുന്നു. ബന്ധുക്കളൊക്കെ എല്ലാവരും ഉണ്ട് ഇവിടെ. നിഖിലിൻ്റെ സഹോദരിയും ഭർത്താവുമാണ് കുവൈറ്റിൽ. അതെ. അപ്പോൾ അവരെ ബന്ധപ്പെട്ട് സംസ്കാരത്തിൻ്റെ അത് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് തീരുമാനിക്കും. അത് പറഞ്ഞായിരുന്നു. അത് ഞങ്ങൾ ഇന്നും രാവിലെ ഞങ്ങൾ കാണുന്നതാണ്. ഇന്നലെ രാവിലെ ഞങ്ങൾ ഒന്നിച്ച് കണ്ട് എൻ്റെയും പുള്ളിയുടെയും ഒരു വഴിയുടെ വ്യത്യാസമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് അത് കൃത്യം അറിയത്തില്ല. നിങ്ങളൊക്കെ എങ്ങനെ ഇത് അറിഞ്ഞേ? ഈ വിവരമൊക്കെ എങ്ങനെയാണ്? ഒരു കസിൻ എന്നെ വിളിച്ചു പറഞ്ഞു വെളുപ്പിന്. അന്നേരം പിന്നെ ഞാൻ അത്യാവശ്യമുള്ളവരെയും വിളിച്ചു, മെമ്പർമാരെ വിളിച്ചു. അപ്പോൾ അങ്ങനെ അന്നേരം പലരും അറിഞ്ഞായിരുന്നു. പിന്നെ രാവിലെ ന്യൂസ് നോക്കിയപ്പോൾ ന്യൂസിൽ ഇങ്ങനെ ഫ്ലാഷ് ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുമായിരുന്നത്. അന്നേരം ഉടനെ തന്നെ ഞങ്ങൾ മുത്തൂറ്റ് ചെന്നു. മോളുടെ ബോഡി മുത്തൂറ്റാണ്. ഈ 2 ബോഡി ഇവിടെ. അവിടുത്തെ നടപടിക്രമമൊക്കെ എന്തായി? അവിടെ അതറിയത്തില്ല. അത് ഉടനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇപ്പം തന്നെ ഓൾറെഡി തന്നെ ഇപ്പം അവിടെ പോലീസ് സർജനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ മെമ്പർമാരും അവരും ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇത് ചെയ്തിട്ടുണ്ട് അവിടെ. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഇപ്പം പത്തനംതിട്ടയിലോട്ട് പോവാം. നിഖിലിൻ്റെ സഹോദരി എപ്പോഴത്തേനും ഇന്ന് വരുമോ? അത് കൃത്യം അറിയത്തില്ല. അതെ. ഒരു സഹോദരിയാണ്. ഒരു ഇളയ ബ്രദറുണ്ട്. മോൻ പഠിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഈ തൊട്ട് അയൽവാസിയായിട്ടുള്ള ആളാണ് സംസാരിച്ചത്.